ഇന്ന് നമ്മൾ ഇഫ്താറിൻ്റെ സമയത്ത്, അതായത് ഇഫ്താർ പാർട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ലൊരു പുതുമയിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റ് സ്നാക്കാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഒരു പുതുമയിൽ ഒരു വെറൈറ്റിയിലൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഫില്ലിങ് റെഡിയാക്കണം. അതിനായിട്ടൊരു പാനിലേക്കൊരു 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഇതൊന്ന് നെയ്യിലൊന്നങ്ങ് വറുത്തെടുക്കണം. നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ വേണ്ടി മസാല ഉണ്ടാക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എലാഞ്ചി, അതിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ. തേങ്ങ ചെറുതായിട്ടൊന്ന് വറവായി വരുന്ന സമയത്ത് മധുരത്തിന് വേണ്ടിയിട്ട് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിൽ ഒരുപാട് മധുരം വേണമെന്നില്ല, കാരണം നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ഒരു ഷുഗർ സിറപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ പാകത്തിന് മധുരം അതിൽ ഉണ്ടായിക്കോളും. എന്നിട്ട് ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ ചെയ്യുന്ന പോലെ തേങ്ങ കുറച്ചൊന്ന് കളറ് മാറി വരില്ലേ, ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കട്ടെ നല്ലത്. എന്നിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഫോട്ടോയിൽ ഒരു വൈറ്റ് കളർ കുറച്ച് കിട്ടിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് വറുത്തെടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്രിസ്പി ആവുന്ന പോലെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ചൊരു ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫില്ലിങ്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ദോശയുടെ ബാറ്റർ റെഡിയാക്കാനായിട്ട് 1 കപ്പ് മൈദ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പിൽ 1 കപ്പ്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കുക. എല്ലാ വെള്ളം ഒന്നിച്ച് തന്നെ ഒഴിക്കുക കേട്ടോ, കുറച്ചായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ. ഇതിപ്പോൾ നോക്കുന്ന സമയത്ത് ഇത്രയ്ക്ക് കട്ടി ഉണ്ടാവും. നമുക്ക് ഇത്രയ്ക്കൊരു കട്ടിയുടെ ആവശ്യമില്ല കേട്ടോ, കാരണം ദോശ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പാകത്തിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ലൂസ് ആവണം, അപ്പോഴാണ് കറക്റ്റായി കിട്ടുക. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഏകദേശം 1.5 കപ്പ് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. ഒരു ദോശ ചുടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അതിങ്ങനെ പാനിലേക്ക് ഒഴിച്ച് ഇങ്ങനെ കറക്കുന്ന സമയത്ത് നല്ല കറക്കി എടുക്കാനായിട്ട് പറ്റണം. ഇനിയാണ് നമ്മളിതൊരു ചെറിയൊരു പുതുമയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു 2 പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. 2 കളറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നേർപകുതിയാക്കി 2 പാത്രത്തിലേക്ക് എടുക്കാം. എന്നിട്ട് ഒന്നിൽ ഞാൻ കുറച്ചൊരു റെഡ് കളർ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പിങ്ക് കളർ വരും. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. പിന്നെ ഈ ഒരു കളറിൻ്റെ കാര്യം ഞാൻ പറയാം കേട്ടോ, ജസ്റ്റ് ഒരു പുതുമയ്ക്കും പിന്നെ ഫോട്ടോയിലൊരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു 2 കളർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു കളറിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ കളറിന് നമുക്ക് 2 കളറിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം മൈദ മിക്സ് ചെയ്തപ്പോൾ ഉള്ള വൈറ്റ് കളറിലുണ്ടല്ലോ, ഒന്ന് വൈറ്റ് കളറിൽ തന്നെ ആക്കുക. പിന്നെ അടുത്തതിലേക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മഞ്ഞ കളർ. അപ്പോൾ വെള്ളയും മഞ്ഞയുള്ള ഒരു കോമ്പിനേഷൻ കിട്ടിക്കോളൂ. അപ്പോൾ വീട്ടിലൊക്കെ ആവുന്ന സമയത്ത് നമുക്കത് മതി. പിന്നെ ഞാനൊരു വെറൈറ്റിക്ക് ഇപ്പോൾ പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഇത്തിരി പച്ച കളറും കുറച്ചൊരു റെഡ് കളറും കൂടെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇനി കളറിനെ കുറിച്ച് ഇത് പറയണ്ട കേട്ടോ, ജസ്റ്റ് ഒരു പുതുമയ്ക്ക് വേണ്ടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ദോശ ഒന്ന് കറക്കിയെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക. ഏത് വലിപ്പത്തിലുള്ള പാനാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ എടുക്കുക. എന്നിട്ട് ഇതിലേക്കൊരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചിട്ട് നമ്മൾ തവി വെച്ചിട്ട് പരത്തുന്നില്ല, ഇതുപോലെ ഒന്നങ്ങ് കറക്കിയെടുക്കാനായിട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കറക്കിയെടുക്കാനായിട്ട് പറ്റണം നമ്മളെ മാവ്. ആ ഒരു ബാറ്ററിൻ്റെ രീതി അതാണ്. എന്നിട്ട് ഇതൊന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതിൻ്റെ മേലുള്ള ഒരു നനവങ്ങ് മാറി കിട്ടിയാൽ മാത്രം മതി. പിന്നെ കുറേ നേരം പാനിൽ ഇട്ടിട്ട് വെക്കരുത് കേട്ടോ, കാരണം അങ്ങനെ ആ സമയത്ത് ദോശ മുരിഞ്ഞു പോയിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഇത് കറക്റ്റ് തന്നെയാണ്. ഒന്ന് മേലെ ആവി വന്ന് ആ നനവ് പോയി കഴിഞ്ഞാൽ ഇത് വേറെ പ്ലേറ്റിലേക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക. ഒരുപാട് കനത്തിൽ കട്ടിയിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ഇതുപോലെ അങ്ങ് വിതറി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ഇത് ഈ ചൂടോടുകൂടെ തന്നെ റോൾ ചെയ്യണം കേട്ടോ. എല്ലാ ദോശയും ഒന്നിച്ച് ചുട്ട് കഴിഞ്ഞിട്ട് റോൾ ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഒരു ദോശ നമ്മൾ ഒരു ഗ്യാസിൽ ചൂടാൻ വേണ്ടി വെക്കുമ്പോഴേക്കും അടുത്തത് പെട്ടെന്ന് തന്നെ റോൾ ചെയ്യണം, എന്നാലും ഇത് കറക്റ്റ് ഒട്ടി നിൽക്കുള്ളൂ. ലേറ്റായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒട്ടി കിട്ടൂല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഒന്നങ്ങ് ഇങ്ങനെ ആക്കി വെച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്ത ദോശ ചുട്ട് കൊടുക്കുക. അപ്പോൾ അടുത്ത ദോശ എന്ന് പറയുമ്പോൾ പിങ്ക് കളറിലുള്ളതാണ് ചുടുന്നത്. ഒന്ന് പച്ച, പിന്നെ അടുത്തത് ഈ കളർ. അപ്പോൾ അങ്ങനെയാണ് 2 കളറായിട്ട് കിട്ടുക നമുക്ക്. അതൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ദോശ ചുടുന്നതും പിന്നെ നമ്മൾ തേങ്ങാക്കൂട്ടിട്ടിട്ട് ചുരുട്ടി വെക്കുന്നതും ഒരേ സമയത്ത് നടക്കണം കേട്ടോ, അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് ദോശ കട്ടി കൂടി പോകരുത് കേട്ടോ. കട്ടി കൂടി പോയാൽ നമ്മൾ മടക്കിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകും. ഞാൻ പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കും ഫ്ലോപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടാമത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് മാറ്റി പാത്രത്തിലേക്ക് എടുക്കാം.
ഇനി ഇതിലേക്കും തേങ്ങാക്കൂട്ട് ഇട്ടിട്ട് റോൾ ചെയ്യണം. അപ്പോൾ ആ റോൾ ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ ആദ്യം മടക്കി വെച്ചിട്ടുള്ള ഗ്രീൻ കളറിലുള്ളതുണ്ടല്ലോ അതൊന്ന് അതിലേക്ക് വെച്ചിട്ട് ഒന്നങ്ങ് ടൈറ്റ് ആക്കിയിട്ട് മടക്കി വെക്കണം. എന്നിട്ട് ഇനി അടുത്തത് പച്ച കളറിലുള്ളത് അതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. ആദ്യം വെച്ചിട്ടുള്ളത് മൊത്തം ഇതുപോലെ കവർ ചെയ്തെടുക്കുക. ഇനി ഒരു ദോശയും കൂടി ചെയ്യുന്നുണ്ട്, അത് പിങ്ക് കളറിൽ. അപ്പോൾ 2 കളർ ഇടകലർത്തി അങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഇതിൽ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് പൊട്ടിപ്പോവാത്ത രീതിയിൽ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു 4 5 ദോശ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ആദ്യം ഒരു കളർ, രണ്ടാമത് അങ്ങനെ കളർ മാറ്റി മാറ്റി വെച്ചിട്ട്. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ ഒരു ദോശ ചെയ്തെടുത്തിട്ടുള്ളത്, ഒരു സെക്ഷൻ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒന്നുകൂടെ ചെയ്തെടുക്കാണ്ടാവും. അതായത് ഒരു 4 ദോശയും കൂടി ചുറ്റിട്ട് ചെയ്യാനുള്ള ബാറ്റർ ഉണ്ടാവും. ആദ്യം ഇത് മടക്കി വെക്കാൻ മറന്നു പോയിട്ട്, ചൂട് പോയി കഴിഞ്ഞാൽ പിന്നെ സൈഡ് മടക്കിയാലൊന്നും ഒട്ടി നിൽക്കില്ല. ചൂടിൽ മടക്കുമ്പോഴാണ് ദോശ കറക്റ്റായിട്ട് ഒട്ടി നിൽക്കുള്ളൂ. ഇതിങ്ങനെ ഒട്ടി നിൽക്കണമെന്നില്ല, എന്നാലും ഒന്ന് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ചൂടോട് കൂടി തന്നെ മുറിക്കരുത് കേട്ടോ. ഒന്നങ്ങ് ചൂട് പോയിക്കോട്ടെ. ചൂട് ആറിയിട്ട് കഴിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. പിന്നെ അതുമല്ല, ചൂടോട് കൂടി തന്നെ കട്ട് ചെയ്താൽ നമ്മൾ വിചാരിച്ച കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടില്ല, പൊടിഞ്ഞു പോകുന്ന പ്രശ്നം പോലെയൊക്കെ തോന്നും. അപ്പോൾ നന്നായിട്ട് ചൂട് അന്ന് പോകുന്ന സമയത്ത് ഇനി ഇതുപോലെ അങ്ങ് മുറിച്ചെടുക്കുക. ഈ ഒരു ഷേപ്പിൽ അങ്ങ് മുറിച്ചെടുത്താൽ മതി, റൗണ്ടിലായിട്ട്. കൈ ഒന്നങ്ങ് പിടിച്ചു കൊടുത്തിട്ട് അങ്ങ് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ മുറിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക, ഇങ്ങനെ 2 കളറിലായിട്ട്. അപ്പോൾ ഒരു 5 ദോശയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു കളർഫുള്ളായിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഇനി ഇത് നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ സെർവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് തന്നെ ഡയറക്റ്റ് എടുത്ത് വെക്കാം. എടുത്ത് വെക്കുന്ന സമയത്ത് തേങ്ങ ഇങ്ങനെ താഴേക്ക് വീണ് പോണ പ്രശ്നം അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കറക്റ്റ് അതിൽ ടൈറ്റായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നമ്മളെടുത്തിട്ടുള്ള മൈദയുടെ അളവിൽ ഇതുപോലത്തെ ഒരു 12 പീസ് സെർവ് ചെയ്യാനായിട്ട് കിട്ടും. ഇതിനിങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ ഷുഗർ സിറപ്പ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഷുഗർ സിറപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പനീർ പെട്ടിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അതാണ്. നമ്മളെ മുൻപത്തെ ഒരു പഴം പനീർ പെട്ടിയുടെ വീഡിയോയിൽ ഇത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് അതിൽ നോക്കിയാൽ മതി. സംശയമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഏകദേശം ഒരു മിനിറ്റൊക്കെ തിളപ്പിക്കുക. അതിലേക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ ഒരു പനീർ പെട്ടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഷുഗർ സിറപ്പാണിത്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ചൂടാറിയിട്ടുള്ള സിറപ്പാണിത്. ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണിത് ഇങ്ങനെ എടുത്ത് കടിച്ച് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഒരു ആവശ്യത്തിനുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം, അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ. ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ഇതുപോലെ റോളായിട്ട് തന്നെ നമുക്ക് എടുത്തിട്ട് കഴിക്കാനായിട്ട് പറ്റും. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, തേങ്ങയൊന്നും താഴേക്ക് വീണ് പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് കൈ കൊണ്ട് എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാണുന്ന സമയത്ത് നല്ലൊരു ഭംഗിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു എലാഞ്ചി അല്ലെങ്കിൽ പനിനീർ പെട്ടീൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു പുതുമയ്ക്ക് വേണ്ടിയിട്ട്, കാരണം ഇഫ്താർ പാർട്ടികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സ്വീറ്റ് റെസിപ്പിക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പം ഈ ഒരു സ്വീറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്